മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് സംബന്ധിച്ചാണ്. ഡാമിലെ ജലനിരപ്പ് 136 അടി പിന്നിട്ടൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ 10 മണിയോടെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ വിവരങ്ങൾ കൂടി ചോദിക്കാം. സുബിൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുബിൻ, 10 മണിയോടുകൂടി സ്പിൽവേ ഷട്ടറുകൾ തുറക്കും എന്നുള്ളതാണ്. അപ്പോൾ എത്ര വെള്ളമാണ് പുറത്തേക്ക് ഒഴുകാനുള്ള സാധ്യത? എന്തൊക്കെ മുന്നറിയിപ്പുകളുണ്ട്? വീണ, നിലവിൽ ഇപ്പോഴും മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. 136.15 അടിയിലേക്ക് നിലവിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇന്നലെ അവസാനം വന്ന അപ്ഡേഷൻ പ്രകാരമാണ് ഇത്. ഇതിനു മുമ്പത്തെ കണക്കപേക്ഷിച്ച് 0.5% അല്ലെങ്കിൽ 0.5 വെള്ളം നിലവിൽ ഡാമിലേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിപ്പോർട്ട് പ്രകാരമാണ് ലഭിച്ചിട്ടുള്ളത്. കൂടാതെ 3720 ഘനയടി വെള്ളമാണ് നിലവിൽ ഡാമിലേക്ക് ഒഴുകി എത്തുന്നത്. അതുപോലെ തന്നെ 2116 ഘനയടി വെള്ളം നിലവിൽ തമിഴ്നാട് കൊണ്ടുപോകുന്നുമുണ്ട്. നിലവിൽ ഈ 136 അടിയിലേക്ക് ഈ ജലനിരപ്പ് എത്തിയ സാഹചര്യത്തിലാണ് നിലവിൽ ഡാം തുറക്കാൻ തമിഴ്നാട് തീരുമാനിച്ചിട്ടുള്ളത്. 10 മണിയോടുകൂടി ഡാം തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നുള്ളതാണ് നിലവിൽ തമിഴ്നാട് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികളിലേക്ക് അവർ കടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്നാൽ ആദ്യം വെള്ളം എത്തുന്ന വള്ളക്കടവിലാണ് ഞാനിപ്പോഴുള്ളത്. പെരിയാറിന്റെ തീരപ്രദേശമാണ്. പെരിയാറിൽ വലിയ ഒഴുക്കില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. വലിയ രീതിയിൽ ജലം ഒഴുകിയെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മുല്ലപ്പെരിയാർ ഡാം തുറന്നാലും ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്ഥലമുണ്ട്, അല്ലെങ്കിൽ അത് മറ്റ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയില്ല എന്നുള്ള തരത്തിലാണ് നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. ഏതെങ്കിലും തരത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളം മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായാൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ വേണം നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം കഴിഞ്ഞ 2 ദിവസമായി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 20ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഈ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകളോട് മാറി താമസിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ ആളുകൾ മാറി താമസിക്കുന്ന തരത്തിലേക്ക് ഉള്ള നടപടികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. ഈ വെള്ളം ഒരു തരത്തിലും ഈ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലേക്കൊന്നും കയറുകയില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോഴും ഉള്ളത്. എന്തായാലും 10 മണിയോടുകൂടി ഈ ഒരു ഡാം തുറന്ന സ്പിൽവേ ഷട്ടറുകൾ 13 സ്പിൽവേ ഷട്ടറുകളാണ്. ഈ ഒഴുകി വരുന്ന വെള്ളത്തിനനുസരിച്ച് സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നാണ് നിലവിൽ തമിഴ്നാട് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ശരി സുബിൻ.